ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. രക്ഷിക്കാന് എന്തിന്? അനന്തൻ ഇവിടെ ഷൈൻ ചെയ്യാൻ ഇത്ര നല്ലൊരു അവസരം ലഭിക്കുമ്പോ എന്തിനു വേണ്ടിയാണ് ഞാനത് മുടക്കുന്നത്? നിങ്ങൾ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരുന്ന് നടക്കാൻ പോകുന്ന കളി കാണ്, സൈരന്ധ്രി പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും അവൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ബാക്കിയുണ്ട്. അനന്തനിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നാരായണ കൈമളിന്റെ കൈവെട്ടിയത് അവൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ നാരായണ കൈമളിനേക്കാളും എത്രയോ അധികം ശക്തിശാലിയാണ് ദേവയാനി. അവളുടെ കഴിവ് അനന്തനിലും ഉപരി ഉണ്ടാകുമോ എന്നും സൈരന്ധ്രിക്ക് വലിയ നിശ്ചയമില്ല. അതിൻ്റെതായ ഒരു പരിഭ്രമമുണ്ടെങ്കിലും അവൾ അനന്തൻ തന്നെ ജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു. ഇതേ സമയം അനന്തനെ കണ്ട ജലന്ധരന്റെ ഉള്ളും നടുങ്ങി. അനന്തനെ അവിടെ വെച്ച് കാണുമെന്നോ ഭാർഗവ ഗ്രൂപ്പിന്റെ പക്ഷം അവനും ഉണ്ടാകുമെന്നോ അയാൾ തീരെ പ്രതീക്ഷിച്ചതല്ല. അനന്തനോട് അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ഇന്ന് ഇവിടെ വെച്ച് അവൻ എന്തെങ്കിലും പറ്റിയാൽ തന്റെ മകളുടെ ഹൃദയം മുറിവേൽക്കുമെന്ന് അയാൾ ഓർത്തു. കൈമൾ ഗ്രൂപ്പിന്റെ വശത്തു നിന്നും അനന്തന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക്. മകൾക്ക് വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ചെയ്യണമെങ്കിൽ തന്നെ അയാൾ ഇപ്പോൾ സ്വന്തം പക്ഷത്തെ ത്യജിച്ചേ പറ്റൂ. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അയാൾ ആ തീരുമാനമെടുത്തു. ജലന്ധരന്റെ തീരുമാനം എന്തായിരിക്കും? അധ്യായം 76. ഭാർഗവ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും അടുത്ത വെല്ലുവിളിയുമായി വരുന്നത് അനന്തനാണെന്ന് കണ്ട് ജലന്ധരൻ പകച്ചു. അനന്തൻ എന്തെങ്കിലും സംഭവിച്ചാൽ സ്വന്തം മകൾക്കുണ്ടാകാൻ പോകുന്ന വിഷമം കണ്ടില്ല എന്ന് നടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ദേവയാനിയെ തടയാൻ ഒരുങ്ങി. ചെറുക്ക, നീ എന്ത് ഭ്രാന്ത ഈ കാണിക്കുന്നേ? വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നിനക്കറിയില്ല നീ ആരോടായി കളിക്കുന്നേന്ന്. ജലന്ധരന് കൈമൾ ഗ്രൂപ്പിന്റെ വശത്ത് നിന്നുകൊണ്ട് അനന്തന് വേണ്ടി വാദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത്. അനന്തനെ വിരട്ടി ഇറക്കി വിട്ടിട്ട് കൈമൾ ഗ്രൂപ്പിൽ ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. ഈ സമയം ഭാർഗവ ഗ്രൂപ്പ് വളരെയധികം സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് പല്ലവിയും ഭാർഗവനും. അനന്തൻ അവർക്ക് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതോർത്ത് അവരാശ്വസിച്ചു. ജലന്ധരന്റെ വാക്കുകൾ കേട്ട് നാഗേന്ദ്രനാണ് ആദ്യം പ്രതികരിച്ചത്. എടോ കൊള്ളക്കാരാ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണി കേട്ട് അനന്തൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നോ? താൻ കണ്ടോ, അല്പസമയത്തിനുള്ളിൽ താനും തന്റെ കൂട്ടാളികളും ഞങ്ങളുടെ കാൽക്കൽ വന്ന് വീണ് അല്പം ദയയ്ക്ക് വേണ്ടി യാചിക്കും, അയാൾ പറഞ്ഞു. ഇത് കേട്ട് ജലന്ധരനെ പോലെ തന്നെ നാരായണ കൈമളിനും മറ്റംഗങ്ങൾക്കും കലി ഇരച്ചു കയറി. അവർ പല്ലിറമിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു. അല്ലെങ്കിൽ തന്നെ കൈമൾ ഗ്രൂപ്പിന് കുറച്ചു കാലമായി ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയാതെയായിട്ട്. അതിന് കാരണം അനന്തൻ തന്നെയാണ്. അനന്തൻ കൈമളിന്റെ കൈവെട്ടിയ നാൾ മുതൽ അയാൾ വലിയ അപമാനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ അനന്തനെ കണ്ടപ്പോൾ മുതൽ കലി അടക്കാനാവാതെ പല്ലിറമുന്നത്. ജലന്ധര, ഇവനെയാണോ ചെറിയ പയ്യനെന്നോർത്ത് താൻ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത്? തനിക്ക് ഇവൻ ആരാണെന്ന് അറിയില്ല. എടോ, ഇവനെയാണോടോ നമ്മൾ കയ്യിൽ കിട്ടാൻ വേണ്ടി ഇത്രയും ദിവസം എണ്ണി എണ്ണി കാത്തിരുന്നത്? നാരായണ കൈമൾ ദേഷ്യത്തോടെ അലറി വിളിച്ചു പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി. കുറച്ചുപേർ കാര്യം മനസ്സിലായി അനന്തനെ അത്ഭുതത്തോടെയും ദേഷ്യത്തോടെയും നോക്കുമ്പോൾ മറ്റു ചിലർക്ക് കാര്യം പിടികിട്ടാത്തതിന്റെ സങ്കോചമായിരുന്നു. അതെ, ഞാൻ തന്നെയാണ് നിങ്ങൾ ഇത്രയും നാൾ തേടി നടന്ന വ്യക്തി. കൈമൾ കുടുംബത്തിലെ തലമൂത്ത കാരണവർ നാരായണ കൈമളിന്റെ കൈവെട്ടിയ ആ വീരൻ ഞാൻ തന്നെയാണ്. പക്ഷേ എന്റെ മുന്നറിയിപ്പും ഉപദേശവും നിങ്ങൾ മറന്നുപോയി എന്ന് തോന്നുന്നു. ഇനി എന്റെ മുന്നിൽ ഒരിക്കലും വന്ന് പെടരുതെന്ന് ഞാൻ പ്രത്യേകം വന്ന് ഓർമ്മിപ്പിച്ചതാ, അനന്തൻ പരിഹാസത്തോടെ പറഞ്ഞു. നീ എന്താടാ കരുതിയേ? നിന്റെ ഭീഷണിയും കേട്ട് വീടിനുള്ളിൽ ഞങ്ങൾ പതുങ്ങിയിരിക്കുമെന്നോ? അന്നേറെ നാൾ രോഗശയ്യയിലായിരുന്ന ഞാൻ എഴുന്നേറ്റ പാടെയുള്ള നിന്റെ ആക്രമണത്തിൽ ഒന്ന് പകച്ചു പോയിരിക്കാം എന്ന് കരുതി ജീവിതകാലം മുഴുവൻ പത്തായത്തിനുള്ളിൽ തന്നെ ഇരിക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്റെ കൈ നീ മുറിച്ചെടുത്ത നാൾ മുതൽ ഉള്ളിൽ എന്റെ പ്രതികാരാഗ്നി ജ്വലിക്കുക. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അവിവേകം, നീ ഇപ്പോഴും ഈ നാട്ടിൽ ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചതാണെന്ന് നിനക്ക് വഴിയെ മനസ്സിലാവും. ഞങ്ങളുടെ കുടുംബത്തിന് നേരെ കൈ ഉയർത്തിയ അന്ന് തന്നെ
നീ വരാനിരിക്കുന്ന അപകടം മനസ്സിലാക്കി നാട് വിടേണ്ടതായിരുന്നുടാ. അങ്ങനെ ചെയ്യാത്തതില് നീ ഇന്ന് ഉറപ്പായും പശ്ചാത്തപിക്കും. നാരായണ കൈമൾ കിതച്ചുകൊണ്ട് അവനെ വെല്ലുവിളിച്ചു. ഈ സമയം കൊണ്ട് അനന്തൻ ഓരോരോ പടവുകളായി നടന്നിറങ്ങി. ഇത് കണ്ട ആളുകളെല്ലാവരും സഹതാപത്തോടെയാണ് അവനെ നോക്കിയത്. കാരണം ഇന്നിവിടെ അരങ്ങേറ്റത്തിനെത്തിയ വിദ്യാർത്ഥികൾ പോലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കഴിവ് പ്രദർശിപ്പിച്ച് വായുവിലൂടെ മലക്കം മറിഞ്ഞോ ഉയർന്നു ചാടിയോ ഒക്കെ ആവും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്കെത്തുക. പക്ഷേ അനന്തൻ മാത്രം ഇങ്ങനെ പടവുകൾ നടന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ അനന്തനോടുള്ള സകല മതിപ്പും പ്രതീക്ഷയും കാണികൾക്ക് നഷ്ടമായി. നീയാണോ കൈമൾ അദ്ദേഹത്തിന്റെ കൈവെട്ടിയത്? ഒരു ചോദ്യം ചെയ്യലിനേക്കാൾ ഉപരി അയാളുടെ ഉള്ളിൽ നിന്നുള്ള സംശയമായിരുന്നു ആ ചോദ്യത്തിൽ നിഴലിച്ചത്. അയാൾക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അനന്തനാണ് അത് ചെയ്തത് എന്ന്. ആണെങ്കിലും അല്ലെങ്കിലും അതിൽ തനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് അധികം പ്രഹസനം നടത്തി തടി കേടാകാതെ പോകാൻ നോക്ക്, അനന്തൻ പറഞ്ഞു. ജലന്ധരൻ അനന്തന്റെ വാക്കുകളിൽ തറഞ്ഞു നിന്നു. കാരണം അയാൾ കരുതിയത് അനന്തൻ തന്റെ മകളെ സ്വന്തമാക്കാൻ വേണ്ടി തന്നോട് ബഹുമാനത്തോടെ പെരുമാറി തന്നെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ വെച്ച് തന്നോട് വിനയത്തോടെ പെരുമാറിയപ്പോഴും അയാൾ ഇത് തന്നെയാണ് കരുതിയത്. പക്ഷേ ഇന്നിപ്പോൾ അവൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തികഞ്ഞ എതിരാളിയായി തന്റെ മുന്നിൽ നിൽക്കുന്നു. അനന്തനിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമായതുകൊണ്ട് തന്നെ അയാൾക്ക് ദേഷ്യം തിളച്ചു കയറി. അയാൾ ദയാനന്ദന് നേരെ പ്രയോഗിച്ചതുപോലെ തന്നെ മഞ്ഞുകട്ട കൊണ്ട് അനന്തനെയും ആക്രമിക്കാൻ ഒരുങ്ങി. ശീതസംയോഗ ക്രിയ മന്ത്രം ഉരുവിട്ടതോടെ അവിടെ ആകെ വീണ്ടും തണുപ്പ് കൊണ്ട് മൂടി. അയാൾ തണുത്ത കാറ്റിനെ കൈകൊണ്ട് നിയന്ത്രിച്ച് അനന്തന് നേരെ വീശി. ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ അനന്തന് നേർക്ക് പാഞ്ഞു വരുന്ന കാറ്റിന് അതിവേഗം തന്നെ മൂർച്ചയേറി. ആ കാറ്റ് അവന്റെ ശരീരത്തിൽ പതിക്കുന്നതിനൊപ്പം തന്നെ അനന്തനെ പ്രഹരിക്കാൻ വേണ്ടി ജലന്ധരൻ ഓടിയെടുത്തു. സദസ്സിലിരുന്നവരെല്ലാം ശ്വാസമടക്കി പിടിച്ചാണ് ഇരിക്കുന്നത്. കാരണം അനന്തന്റെ മേൽ ആ 2 പ്രഹരവും ഒരുമിച്ചേറ്റാൽ മരണം സുനിശ്ചിതം തന്നെയാണ്. ഇനി അഥവാ അവൻ അല്പം ജീവൻ അവശേഷിച്ചാൽ പോലും ജീവിതകാലം മുഴുവൻ അവന് പരസഹായം വേണ്ടിവരും സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ. പക്ഷേ എല്ലാവരും നോക്കിയിരിക്കെ അനന്തൻ തന്റെ വലം കൈകൊണ്ട് ശരീരത്തിൽ വന്ന് പതിക്കാൻ ഒരുങ്ങിയ കാറ്റിനെയും ഇടം കൈകൊണ്ട് ജലന്ധരന്റെ പ്രഹരത്തെയും ഒരുമിച്ച് തടഞ്ഞു. നിസാരമായി ദേഹത്ത് വന്നു വീണ പ്രാണിയെയും മറ്റും തട്ടിക്കളയാൻ വേണ്ട ഊർജം മാത്രമേ അവൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് കണ്ട് ജലന്ധരനും കാണികളും ഒരുപോലെ ഞെട്ടി. പക്ഷേ അനന്തന്റെ കൈയിലേക്ക് ജലന്ധരന്റെ മുഷ്ടി പതിച്ചപ്പോഴുണ്ടായ ഘോര ശബ്ദം അവർക്ക് അസഹനീയമായിരുന്നു. ജലന്ധരൻ നന്നായി പതറി. അയാൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അനന്തനെ പോലെ ഒരു 20 വയസ്സുകാരൻ തന്റെ പ്രഹരത്തെ ഇത്രയും നിസാരമായി തടുക്കുമെന്ന്. അനന്തന്റെ നേർക്ക് അയാൾ വീണ്ടും മഞ്ഞുകൊണ്ടുള്ള മൂർച്ചയേറിയ ആയുധങ്ങളും ഉരുളൻ കല്ലുകളും ഒക്കെ എറിഞ്ഞു. പക്ഷേ അനന്തന്റെ ശരീരത്തിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ അവയെല്ലാം മലിഞ്ഞ് ജലമായി നിലത്ത് വീണു. അവയിൽ നിന്നും തന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച ജലകണങ്ങൾ അലസമായി തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ അയാളോട് പറഞ്ഞു, തന്റെ കയ്യിലുള്ള ഇത്തരം ചീളിൽ ലൊട്ടിലൊടുക്ക് വിദ്യയൊന്നും എന്റെ ശരീരത്തിൽ ഏൽക്കില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തനിക്ക് കൊള്ളാം, അനന്തൻ പറഞ്ഞു. വീണ്ടും അനന്തനെ ആക്രമിക്കാൻ ഒരുങ്ങിയ അയാളെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ അവൻ പ്രഹരിച്ചു. അയാൾക്ക് തടയാൻ പോലും കഴിയാതെ അനന്തന്റെ കൈകൾ തലങ്ങും വിലങ്ങും പ്രഹരിക്കുമ്പോൾ ജലന്ധരൻ ശരിക്കും പകച്ചു പോയിരുന്നു. കാരണം അയാളെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണിത്. ഇന്നോളം താൻ ഏറ്റുമുട്ടിയ ഇതിലും മികച്ച വീരയോദ്ധാക്കൾ പലരെയും അയാൾ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ പോലുമുള്ള പ്രാപ്തി അപ്പോൾ ഉണ്ടായിരുന്നില്ല. തന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന ബോധ്യം വന്ന ഏതോ ഒരു നിമിഷം അയാൾ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് നിലവിളിച്ചു. പ്രാണഭയം ഒരു മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് എത്രത്തോളം മാറ്റുമെന്ന് അവിടെ കൂടിയിരുന്ന മനുഷ്യർ മുഴുവനും മനസ്സിലാക്കിയ നിമിഷങ്ങളാണത്. ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, അഹങ്കാരം കൊണ്ട് താൻ ജയിക്കില്ല എന്ന്. ഞാനുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ താൻ ഇന്ന് ഈ പോർക്കളത്തിൽ എനിക്കെതിരെ ഇറങ്ങിയത്? അല്ല, തന്റെ കഴിവ് ഏതൊരു സാധുവിനെതിരെയും പ്രയോഗിക്കാം എന്നുള്ള ധാർഷ്ട്യം, അതല്ലേ കാരണം. താൻ ഈ വിദ്യ അർഹിക്കുന്നില്ല, എന്റെ ദയയും അർഹിക്കുന്നില്ല, അനന്തൻ അയാളെ പ്രഹരിക്കുന്നതിനോടൊപ്പം പറഞ്ഞു. അനന്തൻ അത്രയും പറഞ്ഞ ശേഷം അയാളെ ആഞ്ഞു ചവിട്ടി. ജലന്ധരൻ ചെന്ന് വീണത് ദേവയാനിയുടെ കസേരയ്ക്ക് അരികിലാണ്. അവൾ ഒന്ന് ഞെട്ടി പിന്നോട്ട് വലിഞ്ഞു. കാണികൾക്കിടയിലേക്ക്
അയാളുടെ അപ്രതീക്ഷിതമായ വീഴ്ച സദസ്സിനെ ഒന്നാകെ ഇളക്കി. തെക്കുവശത്തെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നവർ എല്ലാവരും എഴുന്നേറ്റ് ജലന്ധരൻ വീണ് കിടക്കുന്ന അവിടേക്ക് വന്നു. മറ്റു വശങ്ങളിൽ ഇരിക്കുന്നവരും എഴുന്നേറ്റ് അയാളുടെ അവസ്ഥ കാണാൻ വേണ്ടി എത്തിപ്പിടിച്ചു നോക്കി. കൈമളിന്റെ ആളുകൾ വന്ന് ജലന്ധരനെ എഴുന്നേൽക്കാൻ സഹായിക്കുമ്പോഴും അയാൾ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. എന്താ ദേവയാനി, ഇപ്പോഴും നിനക്ക് പ്രതികാരം ചെയ്യണമെന്നും എന്റെ കുടുംബം അടക്കം കത്തിക്കണമെന്നൊക്കെ ആഗ്രഹം ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം. അനന്തൻ അവളെ നോക്കി പറഞ്ഞു. കാണികളൊക്കെ മുന്നിൽ നടക്കുന്നത് സത്യമോ മിഥ്യയോ എന്ന സംശയത്തോടെ തന്നെ നിൽക്കുകയാണ്. ജലന്ധരനെ ഒരൊറ്റ ചവിട്ടിൽ പറത്തി എറിയുക, ശേഷം ദേവയാനിയെ വെല്ലുവിളിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച അവർക്ക് മുന്നിൽ അരങ്ങേറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു ചെറിയ പയ്യൻ ജലന്ധരനെ ചവിട്ടി എറിഞ്ഞു. നമ്മുടെ നാട്ടില് ഇത്രയും മികച്ചൊരു വീരയോദ്ധാവ് ഉണ്ടായിട്ട് നമ്മൾ എന്തേ അദ്ദേഹത്തെ അറിയാതെ പോയി? ഇദ്ദേഹം ഏത് കളരി പരമ്പരയിലെ കണ്ണിയാണ്? ഇദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? വെറും 20 വയസ്സല്ലേ ഉള്ളൂ. ഏത് ഗുരുവിന്റെ ശിഷ്യനാണെങ്കിലും ഈ പ്രായത്തിൽ എങ്ങനെ ഇത്രയും സിദ്ധികൾ നേടി? ഇനി ഇദ്ദേഹം ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ശിക്ഷണം ആരംഭിച്ചോ? ഇത് കണ്ടിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങിയെന്നല്ല, കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചത് ഇപ്പോഴും ഓർത്തിരിക്കുന്നത് പോലെയാ തോന്നുക. 20 വർഷം മുഴുവൻ അഭ്യസിച്ചാലും തീരാത്ത വിദ്യകളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ. ഇങ്ങനെ നീണ്ടു ആളുകളുടെ പരസ്പരമുള്ള ചോദ്യവും പറച്ചിലും. എല്ലാവരും ദേവയാനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അവൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഭാർഗവനും പല്ലവിയും ഒക്കെ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അവർക്കറിയാമായിരുന്നു അനന്തൻ ഇറങ്ങിയാൽ അവർ തീർച്ചയായും ജയിക്കുമെന്ന്. പക്ഷേ അനന്തന്റെ ഈ വിജയം തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിലരുണ്ടവിടെ. അവന്റെ കൂട്ടുകാർ നീലിമ, നിത്യ, ഗായത്രി, രഘു, അജിത് തുടങ്ങി എല്ലാവരും ശ്വാസം പോലും എടുക്കാൻ മറന്നു നിൽക്കുകയാണ്. അവർ സ്കൂളിൽ വെച്ച് കണ്ട ഒന്നിനും പ്രതികരിക്കാത്ത, തീരെ ആരോഗ്യമില്ലാത്ത, പുസ്തകത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന അനന്തൻ. ആ അനന്തനിൽ നിന്നും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന അനന്തനിലേക്ക് ആകാശത്തോളം ദൂരമുണ്ട് എന്ന് അവർക്ക് തോന്നി. ഇവനെപ്പോഴാ കളരി പഠിച്ചേ? നീലിമ യാന്ത്രികമായാണത് ചോദിച്ചത്. അതാ ഞാനും നോക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോ അവൻ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇനി കഴിഞ്ഞ 2 വർഷവും അവൻ കളരി പരിശീലിക്കായിരുന്നോ? നിത്യ ചോദിച്ചു. വെറും 2 വർഷം കൊണ്ടാണോ ഇങ്ങനെ എക്സ്പേർട്ട് ആവുന്നത്? അതൊന്നും നടക്കില്ല നിത്യ. അനന്തൻ ചവിട്ടി എറിഞ്ഞത് ഒരു സാധാരണക്കാരനെ അല്ല. കൊല്ലങ്ങളായി കളരിയും മറ്റനേകം വിദ്യകളും പ്രാപ്തമാക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ജലന്ധരനെ. വെറും 2 വർഷം കളരി പഠിച്ച ഒരു ശിഷ്യനും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, ഗായത്രി തറപ്പിച്ചു പറഞ്ഞു. ഈ സമയം രഘു വിറയ്ക്കുകയാണ്. അവന് ചിന്തിക്കാൻ പോലും ആയില്ല താൻ കുറച്ചു നേരം കൂടി അനന്തനെ കയറി ചൊറിഞ്ഞിട്ട് അവന് തന്നോട് ദേഷ്യം തോന്നുക വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ താൻ ഇപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന തിരിച്ചറിവ് അവനിൽ ഭീതി ഉണർത്തി. പല്ലവി അനന്തനെ പ്രണയിക്കുന്നത് അവന്റെ ഈ സാമർഥ്യം കണ്ടിട്ട് തന്നെയാണ് എന്ന് രഘു ഉറപ്പിച്ചു. കൈമൾ ഗ്രൂപ്പ് തോൽവി സമ്മതിച്ചോ ഇല്ലയോ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ തന്റെ നേർക്കാണ് നീളുന്നത് എന്ന് കണ്ട ദേവയാനി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവരും കാതുകൂർപ്പിച്ചു. അനന്തന്റെ ശൗര്യത്തിന് മുൻപിൽ ദേവയാനിയുടെ അടി പതറുമോ? അധ്യായം 77. അനന്തൻ ജലന്ധരനെ തോൽപ്പിച്ച ശേഷം കൈമൾ ഗ്രൂപ്പ് തോൽവി സമ്മതിച്ചോ ഇല്ലയോ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. സദസ്സിലിരിക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ തന്റെ നേർക്കാണ് നീളുന്നത് എന്ന് കണ്ട ദേവയാനി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവരും കാതുകൂർപ്പിച്ചു. അവൾ ആരോടും ഒന്നും സംസാരിക്കാതെ നേരെ ജലന്ധരന്റെ അരികിലേക്ക് പോയി. വീണ് കിടക്കുന്ന അയാളിൽ നിന്ന് ഞരക്കം കേൾക്കുന്നതറിഞ്ഞ് ജീവൻ പോയിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. ഇല്ല ജലന്ധരനങ്ങൾ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം ചോദിക്കും, ദേവയാനി പറഞ്ഞു. ജലന്ധരന് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ അതിന് ശ്രമിച്ചപ്പോൾ തൊണ്ടയിൽ നിന്ന് ശബ്ദം വരാതെ ചുമച്ച് അവശനായ അയാൾ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് നിങ്ങളുടെ ജീവൻ എടുക്കാതെ വിടുന്നത് പ്രിയയെ ഓർത്തിട്ട് മാത്രമാണ് ജലന്ധര. നിങ്ങൾ അവളുടെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ മുന്നിൽ വരരുത്. വന്നാൽ ഞാൻ എന്റെ കൂട്ടുകാരുടെ അച്ഛനാണ് നിങ്ങൾ എന്നുള്ള കാര്യം അങ്ങ് മറക്കും. അനന്തൻ മുന്നറിയിപ്പ് നൽകി. ജലന്ധരൻ തിരിച്ചൊന്നും പറയാൻ പോലും ആകാതെ എല്ലാം കേട്ട്
കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുകയാണ്. ജലന്ധരന്റെ കാതിൽ അനന്തൻ കഴിഞ്ഞ രാത്രി തന്നോട് പറഞ്ഞ വാചകം മുഴങ്ങി. നിങ്ങൾക്ക് ഈ നാട് മുഴുവൻ പ്രകാശം പരത്താൻ കഴിവുള്ള ദീപങ്ങളായിരിക്കും വേണ്ടത്. പക്ഷേ ഞാൻ ആ ദീപമല്ല. ഈ ഭൂമി മുഴുവൻ പ്രകാശം നിറയ്ക്കുന്ന പൂർണ്ണചന്ദ്രനാണ് ഞാൻ. ജലന്ധരന്റെ മനസ്സിലിരുന്ന് ഇപ്രകാരം ആരോ പറയുന്നത് പോലെ തോന്നി. അനന്തൻ അന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇന്നാണ് അയാൾക്ക് മനസ്സിലായത്. അന്ന് കേട്ടപ്പോൾ ജയിക്കാൻ വേണ്ടി വെറും വീമ്പ് പറയുന്ന ഒരുത്തനായിട്ടാണ് അയാൾക്ക് തോന്നിയത്. ആ കിടപ്പ് കിടക്കുമ്പോൾ തന്നെ ജലന്ധരന്റെ മനസ്സിലൂടെ മറ്റൊരു ചിന്ത കൂടി കടന്നുപോയി. എന്തെന്നാൽ താൻ അനന്തനേക്കാളും വീരനായ മറ്റൊരു പയ്യനെ മകൾക്ക് കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവനെ അനാവശ്യമായി അപമാനിച്ചു വിട്ടത് വളരെ വലിയ അബദ്ധമാണ് എന്ന് അയാൾക്ക് തോന്നി. അനന്തനുമായി താരതമ്യം ചെയ്ത 3 യുവാക്കളും അവന്റെ മുൻപിൽ ഒരുപാട് ചെറുതാണ് എന്ന് ജലന്ധരൻ തിരിച്ചറിഞ്ഞു. മകളുടെ ഇഷ്ടം അറിഞ്ഞിട്ട് പോലും താൻ അനന്തനെ അപമാനിക്കുകയാണ് ചെയ്തത്. അനന്തന്റെ സാമർത്ഥ്യത്തിന് പകരം വെക്കാൻ കഴിയുന്ന ഒരാളെ പോലും തന്റെ മകൾക്ക് ഇനി ലഭിക്കില്ല എന്ന് അയാൾ വേദനയോടെ ഓർത്തു. ജലന്ധരൻ ഒന്നും സംസാരിക്കാതെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് ദേവയാനി വേഗം ജലന്ധരന് ചികിത്സ നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവൾ തന്റെ ഒപ്പം വന്ന ആ ഊന്നുവടി ഏന്തിയ വൃദ്ധനെ നോക്കി. എനിക്ക് തോന്നുന്നത് ഇവൻ ആ ദിവ്യഫലങ്ങൾ മുഴുവൻ കഴിച്ചിട്ടുണ്ടെന്നാണ് അയാൾ ദേവയാനിയോട് പറഞ്ഞു. ഇത് കേട്ട ദേവയാനി ഞെട്ടിത്തിരിഞ്ഞ് അനന്തനെ നോക്കി. അവൾക്ക് കേട്ടത് ഉൾക്കൊള്ളാനാവുന്നില്ല. ആ ദിവ്യഫലങ്ങൾ ഒന്നാകെ അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ശക്തി അതുല്യമായിരിക്കും. ആരാലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ നടുക്കം സൃഷ്ടിച്ചു. ദേവയാനി നാട്ടിലില്ലായിരുന്നുവെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ യഥാസമയം അറിയുന്നുണ്ടായിരുന്നു. കുറച്ചുനാൾ മുൻപ് ഒരു രാത്രി അസാധാരണമായ ഇടിയും മിന്നലും ഉണ്ടായി എന്നും അന്ന് രാത്രി നഗരത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു ആൽമരത്തിൽ പഞ്ചമുഖി നാഗം പ്രത്യക്ഷപ്പെട്ടുവെന്നും ആളുകൾ അന്ന് എന്തോ തീഗോളം കണ്ടു എന്നും പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ആൽമരത്തിൽ രക്തക്കറ പറ്റിയ പഴങ്ങൾ കുലച്ചുവെന്നുമൊക്കെ അതാത് സമയം തന്നെ അവൾ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ദിവ്യഫലങ്ങളുടെ പേരിൽ അനന്തനും കൈമളും തമ്മിൽ പ്രശ്നമുണ്ടായത്, അവൻ അയാളുടെ കൈ വെട്ടിയത്, പിന്നെ അവൻ ആ ഫലങ്ങൾ ബലമായി കൈക്കലാക്കി കൊണ്ടുപോയത്, അങ്ങനെയെല്ലാം അവൾക്കറിയാം. ആ ദിവ്യഫലങ്ങൾ അവൻ കഴിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ ശക്തിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയുമോ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ ഒന്ന് കണ്ണുകൾ അടച്ച് തന്റെ കഴിഞ്ഞ കാലത്തെ കഠിന പ്രയത്നം മനസ്സിലേക്ക് കൊണ്ടുവന്നു. പരിശീലനത്തിന്റെ ഓരോ ദിനങ്ങളും ഒരു കനൽ പോലെ അവളുടെ മനസ്സിന് താപം പകർന്നു. എന്തുതരം അത്ഭുത ശക്തിയുള്ളവനായാലും താൻ അവന് മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്ന് അവൾ സ്വയം ഉറപ്പിച്ചു. ഇല്ല അനന്ത, ഞാൻ ഈ കാലത്തിനിടെ ആർജിച്ചെടുത്ത സിദ്ധികൾ നീ കുറച്ചു ബലങ്ങൾ കഴിച്ചതുകൊണ്ട് കിട്ടില്ല. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും ഏറെയാണ് താൻ നേടിയെടുത്ത വിദ്യകൾ. നീ ചില പൊടിക്കൈകൾ പരീക്ഷിച്ച് ജലന്ധരനിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥ കളി നീ ഇപ്പോഴും കണ്ടിട്ടില്ല. എന്നോട് നീ ജയിക്കില്ല അനന്ത, അവൾ മനസ്സിൽ പറഞ്ഞു. അനന്തനെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവയാനി മറ്റേത് യോദ്ധാക്കളെയും പോലെ വായുവിലൂടെ ഉയർന്നു ചാടി മൈതാനത്തിൽ കാലുകൾ കുത്തി. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവൾ നിലത്ത് കാൽ കുത്തിയപ്പോൾ പൊടി പറന്നുയരുകയോ വലിയ ശബ്ദം കേൾക്കുകയോ ചെയ്തില്ല. കാറ്റിനോട് മത്സരിക്കുന്നതിന് പകരം ഒരു ചെറു തൂവൽ പോലെ അനായാസമായിട്ടാണ് അവൾ വായുവിലൂടെ നീങ്ങിയത്. ഒരു പട്ടം നിലത്ത് താഴ്ന്നിറങ്ങുന്നത് പോലെ അവൾ നിലത്ത് നിൽക്കുകയും ചെയ്തു. ദേവയാനി തന്റെ ഇരിപ്പിടത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഉയർന്നു ചാടിയപ്പോൾ തന്നെ ഒരു വലിയ നടുക്കം പ്രതീക്ഷിച്ചിരുന്ന കാണികൾ ആശ്ചര്യപ്പെട്ടു അവളുടെ ഈ ലോലമായ നീക്കത്തിൽ. ഇത് കണ്ട സൈരന്ധ്രി എല്ലാവരും കേൾക്കെ ദേവയാനിയോട് പറഞ്ഞു, ദേവയാനി തിരിച്ചു വന്നിരിക്കുന്നത് വെറും കൈയോടെ അല്ലല്ലോ. കളരിയിലെ അപൂർവമായ വിദ്യകൾ പലതും സ്വായത്തമാക്കി കഴിഞ്ഞാണ് തന്റെ വരവ് എന്ന് ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. തന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ദേവയാനിയുടെ ആദ്യ ചുവടുവയ്പ്പിന് അഭിനന്ദനങ്ങൾ, സൈരന്ധ്രി പറഞ്ഞു. ദേവയാനി സൈരന്ധ്രി പറഞ്ഞത് കേട്ട് അവളെ നോക്കി സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. കാരണം അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരു മത്സരാർത്ഥിയുടെയും പോരാട്ടത്തിനിടയിൽ വിധികർത്താക്കൾ ആരും തന്നെ ഒന്നും സംസാരിക്കില്ല എന്ന്. പ്രത്യേകിച്ച് പ്രധാന വിധികർത്താവായ സൈരന്ധ്രി. അവൾ ഒരിക്കലും നിയമം തെറ്റിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്തിന് തന്റെ കാര്യത്തിൽ അവൾ ഇങ്ങനെ ചെയ്തു? സൈരന്ധ്രി പറഞ്ഞ വാചകങ്ങൾ ദേവയാനിയുടെ മനസ്സിലൂടെ ഒരാവർത്തി കൂടി കടന്നുപോയി. കളരിയിലെ അപൂർവമായ വിദ്യകൾ പലതും സ്വായത്തമാക്കി കഴിഞ്ഞാണ് തന്റെ വരവ് എന്ന് ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ ഞെട്ടലോടെ അത് മനസ്സിലാക്കി.
സൈരന്ധ്രി ഇത് അനന്തന് വേണ്ടിയുള്ള സൂചനയായിട്ടാണ് പറഞ്ഞത്. തന്നിൽ നിന്ന് അപൂർവവും അപ്രതീക്ഷിതവുമായ പല അടവുകളും പ്രതീക്ഷിക്കാമെന്ന് സൈരന്ധ്രി തന്ത്രപരമായി അനന്തനെ അറിയിച്ചിരിക്കുന്നു. അവൾ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് സൈരന്ധ്രിയെ നോക്കി. സൈരന്ധ്രി, നിന്റെ ബുദ്ധി എന്തായാലും കൊള്ളാം, അവൾ വിളിച്ചു പറഞ്ഞു. സൈരന്ധ്രി ഒന്ന് പതറി. തന്റെ ഉള്ളിൽ എന്താണ് എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞുവോ എന്ന് അവൾ ഒരു നിമിഷം ശങ്കിച്ചു. പക്ഷേ അടുത്ത നിമിഷം അനന്തനിലേക്ക് നോട്ടം പോയതും ദേവയാനി അവൾക്കൊരു വിഷയമല്ലാതെയായി. അവൾക്ക് അവനിൽ അത്രയേറെ അഭിനിവേശം നിറഞ്ഞിരുന്നു. അവൾ ആരെയും കൂസാതെ വീണ്ടും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ഒരാൾ തുടരെ ഒന്നിലധികം പേരോട് മത്സരിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് അല്പസമയം വിശ്രമിക്കാൻ അനുവാദമുണ്ട്. അനന്തന് വേണമെങ്കിൽ ജലന്ധരനുമായുള്ള പോര് കഴിഞ്ഞ് ഒരിടവേളയ്ക്ക് ശേഷം ദേവയാനിയോട് മത്സരിച്ചാലും മതി. ദേവയാനി വീണ്ടും സൈരന്ധ്രിയെ കൂർപ്പിച്ചു നോക്കി. അവൾ ഇപ്പോൾ പറഞ്ഞത് നിയമത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ അവൾ ആദ്യമായാണ് ഇത് മത്സരാർത്ഥികളിൽ ഒരാളെ ഓർമ്മിപ്പിക്കുന്നത് കാണുന്നത്. നേരത്തെ ജലന്ധരൻ ദയാനന്ദനെ തോൽപ്പിച്ച ശേഷം നേരെ അനന്തനുമായി പോരിനിറങ്ങുന്ന നേരം സൈരന്ധ്രി അയാളെ ഇത് ഓർമ്മിപ്പിച്ചില്ല എന്നത് ദേവയാനി പുച്ഛത്തോടെ ഓർത്തു. ദേവയാനിക്ക് മാത്രമല്ല, അനന്തനും ഇതേ കാര്യം മനസ്സിലായിട്ടുണ്ട്. സൈരന്ധ്രി തന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് എന്നത്. പക്ഷേ അവൻ അവളെ കഴിയുന്നതും അവഗണിക്കാൻ ശ്രമിച്ചു. നിയമം എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി, പക്ഷേ അതിന്റെ യാതൊരു ആവശ്യവുമില്ല, അനന്തൻ പറഞ്ഞു. അനന്തനും ദേവയാനിയും പരസ്പരം പോരിന് തയ്യാറെടുത്തു. പക്ഷേ അതിന് തൊട്ടു മുൻപ് ഭാർഗവന്റെ അരികിലിരുന്ന വൃദ്ധൻ ഉച്ചത്തിൽ അനന്തനോട് വിളിച്ചു പറഞ്ഞു. സൂക്ഷിക്കണേ അനന്ത, അവൾ വരുണ സംവേഗ വിദ്യയാവും ഇനി പ്രയോഗിക്കുക. അതെന്ത് വിദ്യയാണ്? ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഭാർഗവൻ അയാളോട് ചോദിച്ചു. കൈമളിന്റെ പൂർവികർ പാരമ്പര്യമായി കൈമാറി വരുന്ന 3 വിദ്യകളുടെ കാര്യം നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? അതിലൊന്നാണ് ഇത്. ജലന്ധരൻ പ്രയോഗിച്ച ശീത സംയോഗ വിദ്യ പോലെ മറ്റൊരു അപകടകരമായ വിദ്യ. ആ വൃദ്ധൻ പറഞ്ഞത് കേട്ട് ഭാർഗവന് ഭയം തോന്നി. എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക? അയാൾ ചോദിച്ചു. എനിക്കറിയില്ല, അതിനൊരു മറുവിദ്യ ഉണ്ടോ എന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. ആ മറുപടിയിൽ ഭാർഗവൻ നിരാശനായി. ഈ വിദ്യയുടെ പ്രത്യേകത എന്താ? ഭാർഗവൻ ചോദിച്ചു. വരുണ സംവേഗ വിദ്യയിലൂടെ നമുക്ക് സ്വന്തം ശരീരത്തിന്റെ ഭാരവും വേഗതയും എല്ലാം തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ഈ വിദ്യയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തെ അവശ്യ സന്ദർഭങ്ങളിൽ ഒരു മയിൽപീലിയോളം ഭാരം കുറയ്ക്കാൻ സാധിക്കും. കാറ്റിനേക്കാൾ വേഗതയും മിന്നലിനോളം ചടുലതയും അയാൾക്ക് നേടാൻ സാധിക്കും. ഇത്രയും ഭയാനകമായ ശക്തിയുള്ള ഒരാളോട് പൊരുതി നിൽക്കുക അത്ര സരളമാവില്ല. ആ വൃദ്ധൻ ഭാർഗവന്റെ നെഞ്ചിടിപ്പിന് വേഗത കൂട്ടി. എന്നിരുന്നാലും അനന്തനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അയാൾ കാത്തിരുന്നു. അവിടെ വടക്ക് ഭാഗത്ത് ഭാർഗവ ഗ്രൂപ്പിന്റെ ആളുകളിൽ എല്ലാവരുടെയും മുഖത്ത് വളരെയധികം പേടി കാണും. പക്ഷേ ജഗന്റെ മുഖത്ത് മാത്രം അനന്തനോടുള്ള പൂർണ്ണ വിശ്വാസം തെളിഞ്ഞു നിന്നു. അനന്തൻ ബ്രോ, ഈ സുന്ദരി പെങ്കൊച്ചിന് സുന്ദരി പിശാചിന് ഒരു പാഠം പഠിപ്പിച്ചു വാ, ജഗൻ ഉച്ചത്തിൽ പറഞ്ഞു. ജഗൻ പറഞ്ഞത് കേട്ട് ദേവയാനി അവനെ തറപ്പിച്ചു നോക്കിയ ശേഷം അനന്തന്റെ അടുത്തേക്ക് ഓരോ ചുവട് വെച്ചു. ദേവയാനിക്ക് അനന്തന്റെ ഉള്ളിൽ എന്തെങ്കിലും അത്ഭുത ശക്തി ഉള്ളതായി തോന്നിയില്ല. അവളുടെ മനസ്സിലാകെ അവൻ തന്റെ കുടുംബത്തിൽ നിന്ന് ബലമായി അപഹരിച്ചു കൊണ്ടുപോയ ദിവ്യഫലങ്ങളെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ഇത്രയും അമൂല്യമായ ഒരു വസ്തു തങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് അവൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അവൾ പ്രതികാര ബുദ്ധിയോടെ അനന്തന്റെ അടുത്തേക്ക് ചെന്നു. അനന്തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവനോടുള്ള സകല ദേഷ്യവും മനസ്സിൽ ആവാഹിച്ചവൾ നിലത്തേക്ക് ആഞ്ഞടിച്ചു. നേരത്തെ ആലിപ്പഴം പോലെ വീണ ഐസ് കട്ടകളുടെ അവശിഷ്ടങ്ങളെല്ലാം തവിട് പൊടിയായി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവ നീരാവിയായി അന്തരീക്ഷത്തിൽ ലയിച്ചു. ഒരു മായാജാലം പോലെ ഏവരും കൗതുകത്തോടെ കണ്ടിരുന്ന കാഴ്ചയാണത്. ആഹാ, കൊള്ളാലോ, എനിക്കിഷ്ടപ്പെട്ടു. ജാലവിദ്യയിൽ നിനക്കൊരു ഭാവി കാണുന്നുണ്ട്. അനന്തൻ ആ കാഴ്ച കണ്ട് കൈയടിച്ചു പറഞ്ഞു. ദേവയാനിയെ പരിഹസിച്ചതാണെന്ന് കേട്ടിരുന്ന സകലർക്കും മനസ്സിലായി. അവൾ ദേഷ്യം കൊണ്ട് പുളഞ്ഞു. അവൾ ഒരു കാൽ നിലത്ത് കുത്തി മറുകാൽ കൊണ്ട് അവന്റെ മുഖത്തേക്ക് ചാടി ചവിട്ടാൻ ഒരുങ്ങി. കാണികൾ എല്ലാവരും ശ്വാസമടക്കി പിടിച്ചതും അനന്തൻ തല വെട്ടിച്ചു മാറ്റി. പക്ഷേ ചെവിയുടെ അരികിലൂടെ അതിശക്തമായ എന്തോ ഒന്ന് കടന്നു പോയതുപോലെ അവന് തോന്നി. സാധാരണഗതിയിൽ അവന്റെ വജ്രസമാനമായ ശരീരത്തിൽ ആരെങ്കിലും വല്ല പ്രഹരവും ഏൽപ്പിച്ചാൽ അവനൊന്നും തോന്നുന്നതല്ല. പക്ഷേ ദേവയാനിയുടെ ചവിട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കഷ്ടിച്ചാണ് എന്ന്
അനന്തന് മനസ്സിലായി. അവൾക്കും എന്തെല്ലാമോ ദിവ്യശക്തികളുണ്ട് എന്ന് അനന്തൻ സംശയിച്ചു. അതിനാൽ അവൻ കുറച്ചുകൂടി ഏകാഗ്രമായി പൊരുതാൻ തയ്യാറെടുത്തു. ദേവയാനി വീറോടെ വീണ്ടും അവന്റെ തലയിലും കഴുത്തിലും ചവിട്ടാൻ കുതിച്ചു. പക്ഷേ അവൻ ഒറ്റയടിക്ക് തന്നെ 10 ചുവട് പിന്നിലേക്ക് നീങ്ങിയതിനാൽ ദേവയാനിയുടെ പ്രഹരമൊക്കെയും പാഴായി. അനന്തന്റെ വേഗത ദേവയാനിയെ കുഴപ്പിച്ചുവെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇത്രയും നേരം കാണികൾക്ക് ഇങ്ങനെ ഒരു പോരാട്ടം കാണാൻ കഴിഞ്ഞില്ല. അനന്തനും ദേവയാനിയും വാശിയുടെയും വേഗതയുടെയും കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചം. അനന്തൻ അധികമൊന്നും തിരിച്ചാക്രമിക്കുന്നില്ല. എന്നിരുന്നാലും രണ്ടുപേരിൽ ആര് ജയിക്കുമെന്നത് സദസ്സിലിരിക്കുന്നവർക്കെല്ലാം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. അനന്തന് ദേവയാനിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? അധ്യായം 78. ദേവയാനിയുടെയും അനന്തന്റെയും ചടുലമായ അടവുകളും ചുവടുകളും കണ്ട സദസ് ശ്വാസമടക്കി പിടിച്ചാണ് ഇരിക്കുന്നത്. പല്ലവി തന്റെ കൈ മണ്ണിൽ കുത്തി ഇരട്ടി വേഗത്തിൽ അനന്തന്റെ നെഞ്ചിലേക്ക് കാൽ വീശി. ഇത് കണ്ട പല്ലവി നെഞ്ചിടിപ്പോടെ അലറി വിളിച്ചു, അനന്ത സൂക്ഷിച്ച്! അവൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല ദേവയാനിയുടെ ക്ഷമത. തന്നെ പോലൊരു പെണ്ണ്, അനന്തനെ പോലെ ഒരു മഹാവീരന്റെ മുന്നിൽ ഇത്രയധികം സമയം പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അവൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വെറുതെ പിടിച്ചു നിൽക്കുക മാത്രമല്ലല്ലോ, ഒപ്പത്തിനൊപ്പം തന്നെയാണ് ദേവയാനി അനന്തനൊപ്പം വേദിയിൽ നിൽക്കുന്നത്. അനന്തൻ അവളെ പ്രതിരോധിക്കാനായി അന്തരീക്ഷത്തിൽ നിന്നും താപം തന്റെ കൈയിലേക്ക് വലിച്ചെടുത്തു. അതൊരു പന്ത് പോലെ ചുഴറ്റി അവളുടെ നേർക്കെറിഞ്ഞു. പക്ഷേ ഇത് കണ്ട് ദേവയാനി ഒട്ടും ഭയന്നില്ല. അവൾ കാൽ കൊണ്ട് കുത്തി മറിഞ്ഞ് 2 അടി പിന്നോക്കം പോയി. ശേഷം ഭൂമിയിലേക്ക് 3 തവണ കൈ ചുരുട്ടി ആഞ്ഞടിച്ചു. ശേഷം മണ്ണിൽ വിരൽ വെച്ച് തനിക്ക് ചുറ്റും ഒരു രേഖ വരച്ചുകൊണ്ട് കറങ്ങി. ഇപ്പോൾ ദേവയാനി സ്വയം നിർമ്മിച്ച ഒരു വൃത്തത്തിനുള്ളിലാണ്. അവൾ ഭൂമിയിൽ ഇടിച്ച 3 ഇടികൾ കൊണ്ട് നിലം വിണ്ടുകീറി അവിടെ നിന്നും അവൾക്ക് ചുറ്റും എന്തൊക്കെയോ ശക്തികൾ വലയം പ്രാപിച്ചു. അങ്ങനെ അവൾക്ക് ചുറ്റും വൃത്താകൃതിയിലുള്ള ഒരു മതിൽ രൂപപ്പെട്ടു. സ്ഫടികക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ദേവയാനി അനന്തനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി. അപ്പോഴേക്കും അവൻ അവളുടെ നേർക്കയച്ച അഗ്നിയുടെ ആ ഉരുളൻ രൂപം ആ സ്ഫടിക പാളിയിൽ തട്ടി വലിയൊരു സ്ഫോടനത്തോടെ ചിതറി വീണു. കാണികൾക്ക് ആർക്കും തന്നെ അത് കാണാനോ കേൾക്കാനോ ഉള്ള ശക്തിയില്ലായിരുന്നു. അവരെല്ലാവരും കണ്ണുകൾ ഇറുക്കി അടച്ച് ചെവികളും കുട്ടി അടച്ചാണ് ഇരിക്കുന്നത്. അല്പനേരം കഴിഞ്ഞ് ഓരോരുത്തരായി കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഒന്നും സംഭവിക്കാതെ ദേവയാനി ഒരു വിജയിയുടെ ഭാവത്തിൽ അനന്തനെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ്. ദേവയാനി വീണ്ടും നിലത്തുനിന്ന് ഒരു കുഞ്ഞു കല്ലെടുത്ത് തന്റെ മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് ഒരു മന്ത്രം ചൊല്ലി. അവൾ ആ കല്ല് നേരെ അനന്തന്റെ നേർക്ക് വീശിയെറിഞ്ഞു. ഈ കുഞ്ഞു കല്ല് കൊണ്ടിട്ട് അനന്തൻ എന്ത് സംഭവിക്കാനാണ് എന്ന് ആളുകൾ സംശയത്തോടെ നോക്കുന്നതിനിടെയാണ് അത് വായുവിൽ വെച്ച് വലുതായത്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ കല്ല് ഇരട്ടിച്ചിരട്ടിച്ച് എണ്ണം പെരുകി. അനന്തന് നേർക്ക് അപാരമായ ഒരു കല്ല് മഴയാണ് പെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അനന്തന്റെ അടുത്ത നീക്കമറിയാൻ എല്ലാവരും അക്ഷമയോടെ അവനെ നോക്കി. വരുന്ന കല്ലുകളെല്ലാം തന്നെ ചെറിയ ഇയാംപാറ്റകളെ തട്ടി വീശുന്നത് പോലെയാണ് അനന്തൻ തട്ടി താഴെയിട്ടത്. അത്രയും നിസാരമായി അവൻ ആ കല്ലുമഴയെ തരണം ചെയ്യുമെന്ന് അവരാരും കരുതിയില്ല. വന്നവരിൽ കളരി പഠിച്ചിട്ടുള്ളതും കളരിയെപ്പറ്റി അറിവുള്ളവരുമായ എല്ലാ സദസ്യരുടെയും ശ്രദ്ധ അപ്പോഴും ദേവയാനി നിർമ്മിച്ച ആ സ്ഫടികക്കൂട്ടിലേക്ക് തന്നെ നീണ്ടു. കാരണം അവൾ ഇത്രയും വർഷത്തെ തീവ്ര പരിശ്രമം കൊണ്ട് അവളുടെ ശരീരത്തിൽ മൂലാധാര ചക്രത്തെ ഉണർത്തിയെടുത്തിട്ടുണ്ട് എന്നത് അവർക്ക് ഏവർക്കും ഒരു ആശ്ചര്യം തന്നെയായിരുന്നു. മൂലാധാര ചക്രത്തെ ഉണർത്തിയെടുത്താൽ അതുകൊണ്ടുള്ള ഗുണം, ഒന്ന്, ആ വ്യക്തിയുടെ രക്തം ശുദ്ധിയാകും. അങ്ങനെ എന്നേക്കുമായി സർവ്വരോഗമുക്തി നേടും. രണ്ടാമത്തേത്, ആ വ്യക്തിയുടെ എല്ലുകൾക്ക് ബലമേറും. അങ്ങനെ അയാൾ വളരെയധികം ശക്തിശാലിയായി മാറും. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം. ആ വ്യക്തിക്ക് തന്റെ ശരീരത്തിലെ മൂലാധാര ശക്തിയെ പുറത്തെടുത്തുകൊണ്ട് തനിക്ക് ചുറ്റിനും ഒരു കോട്ട നിർമ്മിക്കാനാകും. ഒരു ആയുധത്തിനോ ഒരു ശക്തിക്കോ തകർക്കാൻ കഴിയാത്ത ഒരു കോട്ട. തന്റെ സംരക്ഷണത്തിന് അത് മാത്രം മതിയാകും ആ വ്യക്തിക്ക്. അതുപോലെ തന്നെ മൂലാധാര ചക്രം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള വിഷവും ഏൽക്കില്ല. ഭാർഗവ ഗ്രൂപ്പിന്റെ ഭാഗത്തിരിക്കുന്ന ആൾക്കാർ ഒരു നടുക്കത്തോടെയാണ് ഈ സത്യം മനസ്സിലാക്കിയത്. അവൾ തന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭൂമിയിൽ ഒരു ചക്രം വരച്ച നിമിഷം തന്നെ ഭാർഗവന് കാര്യം മനസ്സിലായി. അയാൾക്ക് ദേവയാനിയെ ഇനി പരാജയപ്പെടുത്താൻ അനന്തന് കഴിയില്ലേ എന്നോർത്ത് ആധി കയറി.
ഞങ്ങളുടെ ദേവയാനി മേഡം നിങ്ങളുടെ ഭാർഗവ ഗ്രൂപ്പിന്റെ അടിവേരിളക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നീയൊക്കെ എന്ന് ചാവാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നത്. കൈമൾ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നും ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞത് അവർ കേട്ടു. ഒരാൾ മാത്രമല്ല, തെക്കു ഭാഗത്തു നിന്നും പലരും ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഭാർഗവ ഗ്രൂപ്പിനെ അപമാനിച്ചു. ഇതെല്ലാം കേട്ട് ദേവയാനി അഭിമാനപൂർവ്വം തല ഉയർത്തി പിടിച്ചു നിന്നു. അവൾക്ക് തന്റെ ആൾക്കാർ തന്റെ പേരിൽ ഭാർഗവ ഗ്രൂപ്പിനെ അപമാനിക്കുന്നത് നന്നേ രസിക്കുന്നുണ്ട്. അവൾ അഹങ്കാരത്തോടെ തന്നെ അനന്തന്റെ നേർക്ക് തിരിഞ്ഞു. എന്തു പറ്റി അനന്ത? ഇപ്പോഴേ നീ പേടിച്ചോ? അതിന് ഞാൻ എന്റെ ശക്തിയുടെ 50% മാത്രമേ ഇപ്പോഴും പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ. ഇപ്പോഴേ ഇങ്ങനെ പതറാനാണെങ്കിൽ നീ എങ്ങനെ എന്റെ ബാക്കി വിദ്യകളെ കൂടി തരണം ചെയ്യും? ദേവയാനി ചോദിച്ചു. അത് കേട്ട കൈമൾ ഗ്രൂപ്പ് ആവേശത്തോടെ കൈയടിച്ചു. അവൾ തന്റെ ആളുകളെ നോക്കി മതി എന്ന് കൈ ഉയർത്തി കാണിച്ചു. ശോ, എനിക്ക് നിന്റെ അവസ്ഥയോർത്ത് നല്ല വിഷമമുണ്ട് ദേവയാനി. നീ ഇപ്പോൾ തന്നെ നിന്റെ 50% ശക്തികളും പ്രകടിപ്പിച്ചു കഴിഞ്ഞോ? അത് കഷ്ടമായി പോയി. അനന്തൻ പറയുന്നത് കേട്ട് ദേവയാനി അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകാതെ നെറ്റിച്ചുളിച്ചു. ഞാൻ ഇതുവരെ എന്റെ 10% ശക്തി പോലും പുറത്തെടുത്തിട്ടില്ലല്ലോ. എന്നിട്ടും നമ്മൾ ഇപ്പോഴും സമനില. എന്റെ ഇനിയുള്ള 90% ശക്തിയും ഞാൻ നിന്റെ നേരെ പ്രയോഗിക്കുകയാണ് എങ്കിൽ നീ നിമിഷ നേരം കൊണ്ട് വീണു പോകുമല്ലോ, അനന്തൻ പറഞ്ഞു. ഇത് കേട്ട ദേവയാനി അരിശത്തോടെ തന്റെ സകല ശക്തിയും എടുത്ത് അനന്തന്റെ നേർക്ക് ചെന്നു. ഒരു സിംഹത്തെ പോലെ പാഞ്ഞെടുക്കുന്ന ദേവയാനിയുടെ ചുറ്റിനും ഒരു പ്രകാശ കവചം രൂപപ്പെട്ടിരിക്കുന്നത് അനന്തൻ കണ്ടു. ആ കവചം ഭേദിച്ചുകൊണ്ട് അവളെ ആർക്കും ആക്രമിക്കാനാവില്ല എന്നത് അനന്തൻ മനസ്സിലാക്കി. സദസ്സിലിരിക്കുന്നവർക്കൊക്കെ പ്രകാശ കവചത്തിന്റെ ശോഭയിൽ ദേവയാനിയുടെ ശരീരത്തിന് സ്വർണ്ണ നിറമാണെന്ന് തോന്നിച്ചു. അവൾ അനന്തന്റെ അരികിലെത്തി ആദ്യം സാധാരണ രീതിയിൽ അവന്റെ ശരീരത്തിൽ ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. അതിലൊന്നും അനന്തൻ 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. അവൻ വെറുതെ ഒരു കാഴ്ചക്കാരന്റെ ഭാവത്തിൽ ദേവയാനിയുടെ പ്രകടനം കണ്ട് ആസ്വദിക്കാൻ എന്ന പോലെ നിൽക്കുകയാണ്. പക്ഷേ ദേവയാനി സാധാരണ രീതിയിലുള്ള അടിതടവുകൾക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു പ്രത്യേക ചുവട് വെച്ച് അനന്തന്റെ നെഞ്ചിൽ ചവിട്ടി പിന്നോക്കം മലർന്ന് അവൾ ഒരു 10 അടി വായുവിലൂടെ പിന്നിലേക്കിറങ്ങി അവിടെ നിന്നും അനന്തനെ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കാൻ ഒരുങ്ങി. ഇത് കണ്ട് സൈരന്ധ്രി വളരെയധികം ഭയന്നുപോയി. കാരണം ദേവയാനി അനന്തന് നേരെ അടുത്തതായി പ്രയോഗിക്കാൻ ഒരുങ്ങുന്ന വിദ്യ വജ്രശക്തി ഭുജമാണെന്ന് അവൾക്ക് മനസ്സിലായി. സൈരന്ധ്രിക്ക് ഈ വിദ്യയെപ്പറ്റി കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവൾ അറിഞ്ഞത് കൈമൾ കുടുംബത്തിലെ പൂർവികർ കൈമാറിയ 3 രഹസ്യ വിദ്യകളിലെ ഏറ്റവും അപകടകരമായ ഒന്നായ വജ്രശക്തി ഭുജ വിദ്യയാണ്. കൈമൾ കുടുംബത്തിലെ എല്ലാവർക്കും ഈ വിദ്യ പഠിക്കാൻ അനുവാദമില്ല. ഓരോ തലമുറയിലെയും മൂത്തവർക്ക് മാത്രമാണ് ഈ വിദ്യ സ്വന്തമാക്കാൻ അനുവാദം. ദേവയാനിയുടെ അച്ഛൻ തന്റെ ജീവിതത്തിൽ 8 തവണ ഈ വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടറിവ്. ഇന്നിപ്പോൾ അച്ഛനെ പോലെ തന്നെ മകളും. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് സൈരന്ധ്രിയുടെ മനസ്സ് പ്രകമ്പനം കൊണ്ടു. അനന്തന് അവൾ പ്രയോഗിക്കാൻ പോകുന്ന വിദ്യ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായി എങ്കിലും അവന്റെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും തന്നെയില്ല. ദേവയാനി അനന്തന്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് അവനെ ഇടിക്കാൻ ഓങ്ങിയതും അനന്തൻ തന്റെ കൈപ്പത്തി കൊണ്ട് നിസാരമായി അവളുടെ പ്രഹരത്തെ തടഞ്ഞു. സൈരന്ധ്രി ഇത് കണ്ട് ഞെട്ടി. ആ സദസ്സിൽ അവൾ മാത്രമാണ് അന്നേരം കണ്ണു തുറന്നു പിടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും കണ്ണുകളും കാതുകളും കൊട്ടി അടച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഇത്രയും ശക്തിശാലികളായ 2 എതിരാളികളുടെ കരങ്ങൾ അതിവേഗത്തിൽ കൂട്ടിയിടിക്കുമ്പോൾ അവരുടെ കൈകൾക്കിടയിൽ നിന്ന് തീപ്പൊരി ചിന്തുകയും വലിയ ശബ്ദം കേൾക്കുകയും ചെയ്തു. അവർ വീണ്ടും കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു അതിശയകരമായ രംഗമായിരുന്നു അവർക്ക് മുന്നിൽ അരങ്ങേറിയത്. ദേവയാനിയുടെയും അനന്തന്റെയും കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടുണ്ട് പരസ്പരം. ദേവയാനി ഒരു പട്ടം പോലെ അനന്തന്റെ തലയ്ക്ക് മുകളിലായി വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. അനന്തനാണെങ്കിലോ നിലത്ത് കാലുകൾ ഉറപ്പിച്ച് തന്റെ നേർക്ക് വന്ന ദേവയാനിയുടെ ആക്രമണം തടഞ്ഞുകൊണ്ട് അതേ നിൽപ്പ് നിൽക്കുന്നു. ചില ബോളിവുഡ് സിനിമകളിൽ മാത്രമേ ഇങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് അവരിൽ പലർക്കും തോന്നി. ദേവയാനി വായുവിൽ ഉയർന്നു നിന്നുകൊണ്ട് തന്നെ അവളുടെ സകല ശക്തിയും പ്രയോഗിച്ച് അനന്തനെ പിന്നോട്ട് മറിച്ചിടാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴും അവൻ അനക്കമൊന്നുമില്ല എന്ന് മാത്രമല്ല, മുഖത്ത് പോലും അല്പം ഭാവവ്യത്യാസങ്ങൾ കാണാനാവുന്നില്ല എന്ന് കണ്ട് ദേവയാനി അമ്പരന്നു. എന്ത്? നീ എന്റെ ഈ വിദ്യയെയും അതിജീവിച്ചോ? ഇല്ല, അസംഭവ്യം. വജ്രശക്തി ഭുജ വിദ്യയെ മറികടക്കാൻ പ്രാപ്തിയുള്ളവരാരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല, അവൾ ഭ്രാന്തമായി പറഞ്ഞു. കഴിഞ്ഞോ?
അതോ ഇനിയും ആരോഗ്യവും വിദ്യകളും നിന്നിൽ ബാക്കിയുണ്ടോ? അനന്തൻ പരിഹാസ രൂപേണ ചോദിച്ചു. അവൾക്ക് മറുപടി ഉണ്ടായില്ല. നിന്റെ കയ്യിലെ അടവുകളെല്ലാം കഴിഞ്ഞുവെങ്കിൽ ഇനി ഇതാ എന്റെ ഊഴമാണ്. അതും പറഞ്ഞ് അനന്തൻ തന്റെ കൈപ്പത്തി മടക്കി മുഖത്തിന് നേരെ കൊണ്ടുവന്നു. ശേഷം ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. അനന്തന്റെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിക്ക് ചുറ്റിനും എവിടെ നിന്നോ ചില വൈദ്യുത തരംഗങ്ങൾ ഒഴുകിയെത്തി. അത് ഒരു വലയം പോലെ അവന്റെ കൈക്ക് ചുറ്റും രൂപപ്പെട്ടു. ശേഷം അവൻ ആ വൈദ്യുത വലയം അതിന്റെ മുഴുവൻ തീവ്രതയിലും എത്തിയെന്ന് കണ്ടപ്പോൾ പൊടുന്നനെ അത് ദേവയാനിക്ക് നേരെ വലിച്ചെറിഞ്ഞു. അനന്തന്റെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ദേവയാനി തെറിച്ചു വീണു. വീണിടത്ത് കിടന്ന് അല്പനേരം അവൾ ആ വൈദ്യുതി ഏറ്റതിന്റെ ആഘാതത്തിൽ പൊള്ളിപ്പിടഞ്ഞു. അനന്തൻ അവളുടെ നേർക്ക് വരുന്നത് കണ്ട് അവൻ തന്നെ ഇപ്പോൾ കൊല്ലുമെന്ന് ദേവയാനിക്ക് തോന്നി. നിലത്ത് കിടന്ന് ഭീതി നിറഞ്ഞ കണ്ണുകളുമായി തന്നെ നോക്കുന്ന ദേവയാനിയുടെ അരികിൽ അനന്തൻ മുട്ടുകുത്തിയിരുന്നു. ശേഷം തന്റെ ഇരു കൈകളും അവളുടെ ഇരു തോളിലുമായി അമർത്തിപ്പിടിച്ചതും അവൾ അലറി നിലവിളിച്ചു. 1000 ആനകളുടെ ശക്തിയോടെയാണ് അനന്തൻ തന്റെ തോളിൽ അമർത്തിയത് എന്ന് തോന്നി അവൾക്ക്. ശരീരം തളരുന്നതിനോടൊപ്പം അസഹനീയമായ വേദനയും അവൾക്ക് അന്നേരം ഉണ്ടായിരുന്നു. അനന്തൻ അവളുടെ ശരീരത്തിൽ നിന്ന് കൈ പിൻവലിച്ചില്ല. അവളുടെ അത്ര നേരത്തെ അഹങ്കാരത്തിന് പകരമായി താങ്ങാനാവാത്ത വേദന അവൾക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരുന്നു. ദേവയാനി കരുതിയത് അനന്തൻ ജലന്ധരനോട് എതിർത്തു നിന്നതും അയാളെ പരാജയപ്പെടുത്തിയതും അവൻ ആ ആൽമരത്തിലെ ദിവ്യഫലങ്ങളെ മുഴുവനും ഭക്ഷിച്ചതുകൊണ്ട് മാത്രമാണെന്നാണ്. എന്നാൽ അനന്തനിൽ അതിലും ഉപരിയായ മറ്റെന്തൊക്കെയോ ശക്തികൾ ഉണ്ട് എന്ന് ആ വേദനയിലും അവൾ തിരിച്ചറിഞ്ഞു. അനന്തൻ കൈവലിച്ചതും ദേവയാനി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ കുഴഞ്ഞു നിലത്തേക്ക് വീണു. ഇത് കണ്ട കൈമൾ ഗ്രൂപ്പിലെ എല്ലാവരും പരിഭ്രമത്തോടെ അവളെ നോക്കി. അവരൊരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് കരുതിയതല്ല. ദേവയാനിയുടെ കഴിവിൽ കൈമൾ ഗ്രൂപ്പിലെ ഓരോരുത്തരും അഹങ്കരിച്ചിരുന്നു. തന്റെ ആളുകളുടെ അവസ്ഥ കണ്ട അവൾ ധൈര്യം കൈവിടാതെ വീണ്ടും എഴുന്നേൽക്കാൻ ആവതും ശ്രമിച്ചു. ദേവയാനിയുടെ അവസ്ഥ കണ്ട നാരായണ കൈമളും കുടുംബവും എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി. തന്റെ 2 സീറ്റ് അപ്പുറത്തിരിക്കുന്ന വൃദ്ധനെ കണ്ടതും അവൾക്ക് ശ്വാസം നേരെ വീണു. അയാളാണ് നേരത്തെ നാരായണ കൈമളിന്റെയും ദേവയാനിയുടെയും ഒപ്പം വന്ന 3ാമത്തെ വ്യക്തി. അയാളെ പറ്റിയാണ് അനന്തൻ ജഗനോട് അന്വേഷിച്ചപ്പോൾ അവന് പരിചയമില്ല എന്ന് മറുപടി പറഞ്ഞത്. നാരായണ കൈമൾ അയാളോട് ദേവയാനിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ആരായിരിക്കും ഈ അവസ്ഥയിലും കൈമളിന് ആശ്വാസമാകാൻ കെൽപ്പുള്ള അയാൾ? അധ്യായം 79. ദേവയാനിയുടെ പരാജയം കണ്ട് ആവലാതി പൂണ്ട നാരായണ കൈമൾ അയാളോടൊപ്പം വന്ന വൃദ്ധനോട് സഹായം അഭ്യർത്ഥിച്ചു. ആ വ്യക്തി മറ്റാരുമായിരുന്നില്ല, മഹാഗുരു ബ്രഹ്മദത്തൻ. അനന്തനെ കൂടാതെ ആ ദിവ്യഫലങ്ങളെപ്പറ്റിയും പഞ്ചമുഖി നാഗത്തെപ്പറ്റിയും അറിയുന്ന ഏക വ്യക്തി. ഭാർഗവ ഗ്രൂപ്പ് തകരാൻ വേണ്ടി ആദിശേഷ ഭഗവാന്റെ ചിത്രത്തിൽ ആഭിചാരം ചെയ്തു നൽകിയ അതേ വ്യക്തി. ആലത്തൂർ ദേശത്തെ യോഗിനികൾക്ക് വേണ്ടി 64 പർണശാലകൾ നിർമ്മിച്ചു നൽകിയതും ഇയാൾ തന്നെ. 2 വർഷത്തെ നാഗലോകവാസത്തിന് ശേഷം അനന്തൻ തിരികെ മനുഷ്യലോകത്തെത്തിയ ആദ്യ നാൾ മുതൽ അവനെ അലട്ടുന്നത് ഇയാളുടെ പേരാണ്, ബ്രഹ്മദത്തൻ. ദേവയാനിയുടെ അവസ്ഥ കണ്ട ബ്രഹ്മദത്തന്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു. ആദ്യമൊക്കെ അനന്തന്റെ ചടുലമായ പല നീക്കങ്ങളും അയാൾ ശാന്തമായി നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവയാനി എഴുന്നേൽക്കാൻ പോലും ആകാതെ നിലത്ത് കിടന്ന് പുളയുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അല്പം പരിഭ്രമം തോന്നി. ബ്രഹ്മദത്തൻ നാരായണ കൈമളിനോട് ഇങ്ങനെ പറഞ്ഞു: ഈ യുവാവിന്റെ ശക്തിയും ക്ഷമതയും അതുല്യം തന്നെയാണ്. അതിശ്രേഷ്ഠനായ ഒരു ഗുരു ഇവനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. വേണമെങ്കിൽ മഹാഗുരു പട്ടത്തിന് തന്നെ വേണ്ട എല്ലാ അർഹതയും അവനുണ്ടെന്ന് തന്നെ പറയാം. ഇത് കേട്ട നാരായണ കൈമൾ ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ മഹാഗുരു ആവാൻ ഒരാൾക്ക് കഴിയുക? അതിന് ദീർഘനാളത്തെ തീവ്ര പരിശ്രമം ആവശ്യമില്ലേ? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവനെ പരാജയപ്പെടുത്തുക? അയാൾ ബ്രഹ്മദത്തനോട് ചോദിച്ചു. ബ്രഹ്മദത്തൻ അല്പനേരം ഗൗരവപൂർവം ചിന്തിച്ചു. ശേഷം നാരായണ കൈമളിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: താൻ വിഷമിക്കേണ്ട, ദേവയാനി എഴുന്നേൽക്കും, പൂർവാധികം ശക്തിയോടെ തന്നെ. എന്റെ സഞ്ജീവനി വിദ്യയിലൂടെ എനിക്കതിന് സാധിക്കും. ബ്രഹ്മദത്തൻ പറഞ്ഞത് കേട്ട് നാരായണ കൈമളിന്റെ മുഖം തെളിഞ്ഞു. അനന്തൻ ഈ സമയം ദേവയാനിയുടെ നെറ്റിക്കുമേലെ പുരികങ്ങൾക്ക് നടുവിലായി
തന്റെ പെരുവിരൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് അതിനാൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു വിരലിൽ തന്നെ അവന്റെ ശരീരത്തിലെ മുഴുവൻ ഊർജവും അവൻ സംയോജിപ്പിച്ചുകൊണ്ടാണ് തന്നെ തളർത്തുന്നതെന്ന് അവൾക്ക് തോന്നി. നെറ്റിമേലെ താങ്ങാനാവാത്ത ഭാരമാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. നീ എന്നെ മാത്രമല്ലല്ലോ, നിന്റെ അമ്മാവന്റെ കൈവെട്ടിയതിന് പകരമായി എന്റെ കുടുംബം മുഴുവൻ ചുട്ട് ചാമ്പലാക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് നിന്നെ മാത്രമായി കൊന്ന് നിന്റെ വീട്ടുകാരെ വെറുതെ വിടുന്നത്? അവരെ ഉൾപ്പെടെ കൊല്ലുന്നതല്ലേ നല്ലത്? അനന്തൻ ദേവയാനിയോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു. അവൾ അരുതെന്ന് തലയാട്ടി. ഈ സമയം ഭാർഗവ ഗ്രൂപ്പിൽ നിന്നും പലരും ഉറക്കെ വിളിച്ചു പറഞ്ഞു കൈമൾ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന്. പക്ഷേ അതിന്റെ ആവശ്യം ഇനിയില്ല. കാരണം അനന്തൻ ദേവയാനിയെയും കുടുംബത്തെയും ഒന്നടങ്കം കൊന്നാലും ആരും ചോദ്യം ചെയ്യില്ല എന്ന പോലെ തന്നെ ദേവയാനിയോട് ദയവ് കാണിച്ച് ജീവൻ ദാനമായി നൽകിയാലും അവർക്ക് ഈ നാട്ടിൽ തല ഉയർത്തി ജീവിക്കാൻ ഇനി കഴിയുകയില്ല. ഒന്നുകിൽ നാണക്കേട് ഭയന്ന് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. രണ്ടായാലും കൈമൾ കുടുംബത്തിന്റെ സർവനാശം എഴുതി കഴിഞ്ഞുവെന്ന് അവിടെയുള്ള ഓരോരുത്തർക്കും ഉറപ്പായി. ഭാർഗവ ഗ്രൂപ്പിലെ മറ്റുള്ളവരെല്ലാം ആവേശത്തോടെ ഓരോന്ന് അനന്തനോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിലും ഭാർഗവനും പല്ലവിയും ദയാനന്ദനും മാത്രം പെട്ടെന്നുണ്ടായ വിജയം ഉൾക്കൊള്ളാനാവാതെ കോരിത്തരിച്ചിരിപ്പാണ്. ദേവയാനിയെ പരാജയപ്പെടുത്താൻ ഈ ഭൂമി മലയാളത്തിൽ തന്നെ മറ്റൊരു യോദ്ധാവില്ല എന്ന അവസ്ഥയിലാണ് അനന്തൻ അവളെ പരാജയപ്പെടുത്തുന്നതിലുപരിയായി അവളെ ജീവശവമാക്കി മാറ്റിയിരിക്കുന്നത്. നീലിമ, നിത്യ തുടങ്ങിയ അനന്തന്റെ പഴയ കൂട്ടുകാരുടെ അവസ്ഥയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർക്ക് അനന്തൻ തങ്ങളോടൊപ്പം പഠിച്ച സഹപാഠിയാണ് എന്ന് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്ക് അനന്തനോട് അന്നേരം സൗഹൃദത്തിന് പകരം ഭയമായിരുന്നു തോന്നിയത്. നീലിമ നന്നായി വിറയ്ക്കുന്നുണ്ട്. അതുപോലെ നിത്യയ്ക്ക് ഇതെല്ലാം കണ്ട് തല ചുറ്റുന്നുണ്ടായിരുന്നു. രഘുവിന് മനസ്സിലായി തന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് അനന്തനോട് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷവും താൻ ജീവിച്ചിരിക്കുന്നത് എന്ന്. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് അനന്തൻ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ മരിച്ചു വീണിരുന്നുവെങ്കിലെന്ന് രഘു ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ അനന്തനായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും ശക്തിശാലിയായ വ്യക്തി. അത് കാണാനുള്ള ത്രാണി അവനില്ലായിരുന്നു. ബ്രഹ്മദത്തൻ വളരെയധികം കോപാകുലനായി മൈതാനത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെയായിരുന്നു അയാളുടെ വരവ്. അയാൾ നേരെ വന്ന് ദേവയാനിയുടെ അടുത്തിരുന്നു. ഒരു വാടിയ താമരത്തണ്ട് പോലെ കിടക്കുന്ന അവളിൽ ഒരൽപ്പം ബോധമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കി. അവ്യക്തമായി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന അവളെ ബ്രഹ്മദത്തൻ തന്റെ കയ്യിലേക്ക് താങ്ങിക്കിടത്തി. ഓ! ബ്രഹ്മദത്തന്റെ നാവിൽ നിന്നും ഉരുവാകുന്ന ഓംകാരനാദം ദേവയാനിയുടെ സ്മൃതി മണ്ഡലങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ഉഗ്രം, വീരം, മഹാവിഷ്ണു, ജ്വലന്തം, സർവതോമുഖം, നൃസിംഹം, ഭീഷണം, ഭദ്രം, മൃത്യും മൃത്യും നമാമ്യഹം. ഉഗ്ര നരസിംഹമൂർത്തി മന്ത്രമാണ് അയാൾ അവളുടെ കാതിലേക്ക് ജപിച്ചു നൽകിയത്. മനസ്സിന് നഷ്ടപ്പെട്ടു പോയ ധൈര്യത്തെ തിരികെ കൊണ്ടുവരാനാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. അനന്തൻ അയാളുടെ ഓരോ പ്രവൃത്തിയും നോക്കി നിന്നു. മൃത്യും ന മൃത്യും ഓം സ്വാഹ. അയാൾ അത് ഉരുവിട്ടതും അനന്തൻ ഒന്ന് നടുങ്ങി. കാരണം ഭൂമിയിൽ സഞ്ജീവനി മന്ത്രം അറിയുന്നയാൾ നിസാരക്കാരനാവില്ല എന്ന് അനന്തന് തീർച്ചയാണ്. സഞ്ജീവനി മന്ത്രത്തിലൂടെ മരണപ്പെട്ടയാളിനെ പോലും പുനർജീവിപ്പിക്കുവാൻ കഴിയും. സഞ്ജീവനി മന്ത്രത്തിന്റെ ആദ്യ വരി മാത്രം ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് ബാക്കി വരികൾ മെല്ലെ ദേവയാനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിനാണ് അയാൾ ചൊല്ലുന്നത്. ആർക്കു വേണ്ടിയാണോ ആ മന്ത്രം ഉരുവിടുന്നത് ആ വ്യക്തി മാത്രമേ അത് പൂർണ്ണമായി കേൾക്കാൻ പാടുള്ളൂ എന്നാണ് പ്രമാണം. മന്ത്രം ഉരുവിടുമ്പോൾ ഒരിത്തിരി മണ്ണ് അയാൾ കയ്യിലെടുത്ത് പിടിച്ചിരുന്നു. അയാളുടെ പക്കൽ നിന്ന് പച്ചമരുന്ന് കൊണ്ട് നിർമ്മിച്ച ഒരു ചൂർണം കണക്കെ എന്തോ ഒന്നും അയാൾ കയ്യിലെടുത്ത് പിടിച്ചിരുന്നു. ആ മിശ്രിതം മന്ത്രം ഉരുവിട്ടുകൊണ്ട് അയാൾ അവളുടെ വായിലേക്കിട്ടു. ദേവയാനിയുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലേക്ക് താങ്ങാനാവാത്ത ഊർജം കടത്തിവിടുന്നത് പോലെ അവൾ പിടയാൻ തുടങ്ങി. വിളറി വെളുത്ത മുഖത്തേക്ക് വീണ്ടും രക്തം പ്രവഹിച്ച് മുഖത്ത് ചുമപ്പ് കലർന്നു. ദേവയാനി മെല്ലെ കണ്ണു തുറക്കുമെന്ന് കരുതി നിന്ന അനന്തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അവൾ വളരെയധികം വീറോടെ കളരിച്ചുവടിൽ മലക്കം മറിഞ്ഞാണ് എഴുന്നേറ്റ് ഭൂമിയിൽ നിലയുറപ്പിച്ചത്. ഞാൻ മരിച്ചു എന്ന് കരുതിയോ നീ? അവൾ അനന്തനെ നോക്കി അലറി. ഇപ്പോൾ മുൻപത്തേക്കാളും പ്രതികാര ചിന്ത അവളിലുണ്ട്. അവൾ നേരെ മൈതാനത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന അരുവിയിലേക്ക് ഇറങ്ങി. അരുവിയുടെ മധ്യഭാഗത്തെത്തിയിട്ടും ദേവയാനി മുങ്ങുന്നില്ല. കാരണം അവൾ വരുണ സംവേഗ വിദ്യയിലൂടെ
തന്റെ ശരീരത്തിന്റെ ഭാരം ഒരു തൂവലിനോളം കുറച്ചിട്ടുണ്ട്. അതിനാൽ അവൾ ഇപ്പോൾ വളരെ അനായാസമായി ആ ജലത്തിലൂടെ നടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ഭയന്നു. കാരണം അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾ ഇങ്ങനെ ജലത്തിലൂടെ നടക്കുന്നത് കണ്ടിട്ടില്ല. യക്ഷികൾ മാത്രമാണ് ജലത്തിന് മേലെ കൂടി നടക്കുക എന്നൊക്കെയാണ് പണ്ട് മുത്തശ്ശി കഥകളിൽ കേട്ടിട്ടുള്ളത്. കണ്ണിനും കാതിനും വിശ്വസിക്കാനാവാത്ത ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ആ വേദിയിലിരുന്നവർ ഇതിനോടകം കണ്ടു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വെറും കെട്ടുകഥയെന്ന് തോന്നിപ്പിക്കുന്ന ഈ കാഴ്ച കൂടി കണ്ടപ്പോൾ ഇതെല്ലാം സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലായി കാഴ്ചക്കാർ. ഇപ്പോഴല്ലേ ദേവയാനി പാതി ചത്തതുപോലെ നിലത്ത് കിടന്ന് പിടഞ്ഞത്? പിന്നെ എങ്ങനെയാണ് ഇത്ര വേഗം അവൾ എഴുന്നേറ്റത്? അവൾ എഴുന്നേറ്റത് മാത്രമേ തനിക്ക് അതിശയമുള്ളൂ. ഈ വെള്ളത്തിലൂടെ യക്ഷി നടക്കുന്നത് പോലെ നടന്നു പോയതിൽ അത്ഭുതമൊന്നുമില്ലേ? എന്റെ അതിശയം അതല്ല. ബ്രഹ്മദത്തൻ ഗുരുക്കള് ഇത് എന്ത് മന്ത്രമാണ് ദേവയാനിയുടെ കാതിൽ ചൊല്ലിയത്? ഇത്ര വേഗം അവൾക്ക് ഭേദമാകാൻ? കാണികളിൽ പലർക്കും ഇതേ സംശയങ്ങളായിരുന്നു. അനന്തൻ ആ അരുവിയുടെ തീരത്തേക്ക് നടന്നു. എന്നിട്ട് ദേവയാനിയോട് ഇങ്ങനെ ചോദിച്ചു: എനിക്ക് നീന്തൽ അറിയില്ല എന്ന് കരുതിയാണോ വെള്ളത്തിന് നടുവിൽ ചെന്ന് നിൽക്കുന്നത്? നിനക്കെന്നെ ഇത്രത്തോളം ഭയമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അനന്തൻ ചോദിച്ചു. അനന്തൻ അരുവിയിൽ നിന്നും വെറും ഒരടി ദൂരത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് വെറുതെ മുന്നോട്ട് ചാഞ്ഞാൽ പോലും അവൻ അരുവിയിലേക്കായിരിക്കും വീഴുക. വീതി നന്നേ കുറവാണെങ്കിലും നല്ല ആഴമുണ്ട് ആ ചെറിയ അരുവിക്ക്. ദേവയാനി അവിടെ നിന്ന് അവനെ ഒന്ന് പിടിച്ചു വലിച്ചാൽ മതി, അനന്തന്റെ മരണം ഉറപ്പാണ്. അത്രയ്ക്ക് അപകടമുണ്ട് അവൻ നിൽക്കുന്ന ഭാഗത്തിന്. ഇനി അവരുടെ യുദ്ധം ജലത്തിന് മീതെയാകുമെന്ന് മനസ്സിലാക്കി കാണികൾ മൈതാനത്തിലേക്ക് ഇറങ്ങി. അനന്ത, അങ്ങോട്ട് പോവണ്ട. ഭാർഗവൻ അവനെ തിരിച്ചു വിളിച്ചു. ദേവയാനി, നിനക്ക് നാണമില്ലേ? നീ ആദ്യമേ തന്നെ നിന്നെക്കാളും പ്രായം കൊണ്ട് നന്നേ ചെറുപ്പമായ ഒരു പയ്യനോട് തോൽവി സമ്മതിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരികെ കിട്ടിയപ്പോ നിനക്ക് അഹങ്കാരം ഏറിയോ? ചതിച്ചു കൊല്ലാൻ നോക്കുകയാണോ നീ? പല്ലവി ദേഷ്യത്തോടെ ദേവയാനിയോട് ചോദിച്ചു. ഭാർഗവ ഗ്രൂപ്പിന്റെ ഒപ്പം അവിടേക്കെത്തിയ അവരുടെ ആചാര്യൻ ജ്ഞാനപ്രകാശനും ദേവയാനിയോട് പൊട്ടിത്തെറിച്ചു. ദേവയാനി, ലജ്ജയില്ലാത്തവളാണ് നീ. അനന്തനെ നിനക്ക് ഭയമായതിനാൽ തന്നെയാണ് നീ ഭൂമിയിൽ നിന്ന് അവനെ ഇനി വെല്ലുവിളിക്കാൻ മടിക്കുന്നത്. അവനെ ഭയന്ന് വെള്ളത്തിലേക്ക് ഓടിയ നീ ഒരിക്കലും ഇത്രയും സമർത്ഥനായ അനന്തനിലും മേലെയാകില്ല. ജലത്തെ കൂട്ടുപിടിച്ച് അനന്തനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണോ? ആചാര്യന്റെ ചോദ്യശരങ്ങൾ ദേവയാനിയെ ലജ്ജിപ്പിക്കുന്നവയായിരുന്നു. അതിനോടൊപ്പം ഭാർഗവ ഗ്രൂപ്പിലെ ഓരോരോ വ്യക്തികളും അവളെ ചോദ്യം ചെയ്തു. ഇത് കേട്ട കൈമൾ കുടുംബത്തിലുള്ളവരും അടങ്ങിയിരുന്നില്ല. അവരും അനന്തന്റെ നിസ്സഹായ അവസ്ഥയെ കളിയാക്കി. മത്സരം ഭൂമിയിൽ തന്നെ വേണമെന്ന ഒരു നിബന്ധന ഇവിടെ ഇന്നുവരെ കേട്ടിട്ടില്ല. ഇവിടെ മുൻപ് വന്നിട്ടുള്ള മത്സരാർത്ഥികൾക്കൊന്നും ജലത്തിൽ നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതിനാൽ അവർ ഭൂമിയിൽ നിന്ന് മത്സരിച്ചു. ഇവിടെ ദേവയാനിക്ക് ജലത്തിന് മേലെ നിൽക്കാനുള്ള ക്ഷമതയുണ്ട്. അവിടെ നിന്ന് അവളോടൊപ്പം മത്സരിക്കാനുള്ള ധൈര്യം അനന്തനില്ല എങ്കിൽ അവൻ തോൽവി സമ്മതിക്കട്ടെ. അതല്ലേ ന്യായം? നാരായണ കൈമൾ എല്ലാവരോടും കൂടി ചോദിച്ചു. എവിടെ സൈരന്ദ്രി? അവളല്ലേ വിധി പറയേണ്ടത്? പല്ലവി ചോദിച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. എന്താ അനന്ത, നിനക്ക് ഭയമുണ്ടോ? ഞാൻ നിന്നോട് തോൽവി സമ്മതിച്ചിട്ടില്ല. നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ തോൽവി സമ്മതിച്ച് പിന്മാറാം, ദേവയാനി പറഞ്ഞു. എന്റെ വിഷയം ജയവും തോൽവിയും ഒന്നുമല്ല. നിന്നെ കൊല്ലണം, അതാണ് എന്റെ ഉദ്ദേശം. അനന്തൻ അവളോട് ഭീഷണിയുടെ രൂപത്തിൽ തന്നെ പറഞ്ഞു. അത്രയും പറഞ്ഞു തീർന്നയുടനെ അനന്തൻ ആ ഒഴുകുന്ന വെള്ളത്തിന് മേലെ കൂടി അതിവേഗം ഓടി ദേവയാനിയുടെ അരികിലെത്തി അവളുടെ വയറ്റിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. അവൻ ജലത്തിന് മുകളിലൂടെ തന്റെ അരികിലേക്ക് എത്തുമെന്ന് പോലും പ്രതീക്ഷിക്കാതെ നിന്ന ദേവയാനിക്ക് അവനെ തടുക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല. അവൾ അവന്റെ ചവിട്ടിൽ വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും അവളെ കഴുത്തിൽ പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് മുക്കി അനന്തൻ ദേവയാനിയെ ശ്വാസം മുട്ടിച്ചു. അനന്തൻ വെള്ളത്തിനടിയിലേക്ക് കുതിച്ചു ചെന്നു. ശേഷം ദേവയാനിയുമായി വെള്ളത്തിനടിയിൽ വെച്ച് പോരാട്ടം ആരംഭിച്ചു. കരയിൽ നിൽക്കുന്നവർക്കൊക്കെ വെറും നിഴൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവർ കണ്ണു ചിമ്മാൻ പോലും മറന്നുകൊണ്ട് ഇനി എന്ത് എന്നറിയാൻ കാത്തുനിന്നു. എല്ലാവരെയും ഒരു നിമിഷം സ്തബ്ധരാക്കിക്കൊണ്ടാണ് ദേവയാനിയുടെ ജീവൻ നിലച്ച ശരീരം ജലനിരപ്പിന് മേലേക്ക് പൊന്തി വന്നത്. കരയിൽ നിന്ന് നോക്കുന്നവർക്ക് ആദ്യം വ്യക്തമായില്ല എങ്കിലും മെല്ലെ അവർക്ക് കാണാൻ കഴിഞ്ഞു. ദേവയാനിയുടെ ഉദരത്തിലായി ഒരു വലിയ ദ്വാരം. അവൾക്ക് ചുറ്റുമുള്ള ജലം ചുവന്ന നിറം പ്രാപിച്ചു. രക്തത്തിന്റെയൊപ്പം അവളുടെ അവയവങ്ങളും അസ്ഥി കഷ്ണങ്ങളും പൊടിഞ്ഞങ്ങിങ്ങായി വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത് കണ്ട് അവർ നടുങ്ങി.
കൈമൾ കുടുംബത്തിന്റെ അഭിമാനവും അനന്തരാവകാശിയുമായ ദേവയാനി കൈമൾ ഇനി ഈ ലോകത്തില്ല എന്ന് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. ദേവയാനിയുടെ അന്ത്യം കണ്ട് വെളിയിലിരുന്നവരുടെ പ്രതികരണം എന്തായിരിക്കും?